Hello, welcome to Elance tuition. Going out for a walk എന്നുള്ളൊരു ചാപ്റ്ററുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. സോ ആരൊക്കെ വന്നിട്ടുണ്ട്, ലെറ്റ് മീ നോ അബൌട്ട് ഇറ്റ്. ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. ആസ് യൂഷ്വൽ മിസ് പറയുന്നത് പോലെ തന്നെ മാർക്ക് യുവർ അറ്റൻഡൻസ് ആൻഡ് ടെൽ മീ ഹു ഓൾ ആർ പ്രസന്റ് ഓർ ഹു ഓൾ ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ മൈ ക്ലാസ്. അതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് ഒന്ന് നടക്കാൻ പോയിട്ട് തിരിച്ചു വരാം അല്ലേ. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഏതാണ് ജോണർ ഓഫ് ദി ചാപ്റ്റർ? ഏതാണ്? എസ്സേ ആണ്. ബൈ ഹൂം? മാക്സ് ബിയർബോമിൻ്റെ എസ്സേ ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, വിച്ച് ഈസ് ആക്ച്വലി തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് വാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലേ. നടക്കാൻ പോകുന്നത് മനസ്സൊക്കെ ഒന്ന് ഉഷാറാകും, ഒന്ന് പീസ് കാമായിട്ടൊന്ന് തിരിച്ചു വരാൻ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ വാക്കിങ്ങിനെ മെയിൻലി നോക്കി കാണുന്നത്. പക്ഷേ തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും അല്ലേ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്. അതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ട് വിചാരിക്കുന്നതിനെ, ഇത് മാത്രമല്ല ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ഇതിനുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്നതിനെയാണ് തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറയുക. ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള തോട്ട് എന്നൊക്കെ നമ്മൾ പറയുക. സോ ലെറ്റ് മീ നോ എൻ്റെ ഏതൊക്കെ കുട്ടികളാണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് ക്ലാസ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാവട്ടെ. മാർക്ക് യുവർ അറ്റൻഡൻസ്, വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അപ്പ്. ഐഷ വന്നിരുന്നു, ഹലോ പറഞ്ഞിട്ട്. ഐഷ, വേർ ആർ യു നൗ? മുഹമ്മദ്, മിസ് എന്താണ് മിസ്, നാളെ ഇംഗ്ലീഷ് സീരീസ് ടെസ്റ്റ് ആണ്. 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? സീരീസ് ടെസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇത് നമ്മൾ കഴിയാറായല്ലോ. നമ്മൾ ഓൾറെഡി ആ ഒരു മറ്റേ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നതാണോ മുഹമ്മദ്? സോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടടാ? വേഗം പറഞ്ഞു. ഐഷ എവിടെ പോയി? ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നമുക്കത് ഫുൾ ഡീൽ ചെയ്തിട്ട് പോവാം. സോ ഷാൽ വി സ്റ്റാർട്ട് ദി ക്ലാസ്? നമുക്ക് ടൈം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ക്ലാസ്. ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരിക. ആൻഡ് നല്ല രീതിയിൽ നമുക്കൊരു നടത്തത്തിൽ പോയിട്ട് വരുന്നത് പോലെ തന്നെ അത്രയും കാമായിട്ട് ഈ ഒരു വലിയ എസ്സേ നമുക്ക് അങ്ങോട്ട് പഠിച്ച് കഴിയാം. വലുതൊന്നുമല്ല, ചെറുതാണ്, പക്ഷേ ഇറ്റ്സ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. കുറച്ച് രസമായിട്ടുള്ളതാണ്. കാരണം നമുക്ക് എക്സസൈസ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് ജോഗിങ് അല്ലെങ്കിൽ വാക്കിംഗ് എന്ന് പറയുമ്പം, എക്സസൈസിന് പോകാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സ് ഈസി അല്ലേ? ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സ് ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലേ. ഡോണ്ട് വറി. ഓക്കെ, സോ ബാക്കിയുള്ളവർ എവിടെ? മുഹമ്മദ്, ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഈ ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സിനെ കുറിച്ച് മിസ് ഇട്ടിട്ടുണ്ട്. മാരത്തോണും ബൂസ്റ്ററും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. മുഹമ്മദിനെ മാത്രമായിട്ട് ഞാൻ പറയുന്ന ഒരു മെസ്സേജാണിത്. എല്ലാ ചാപ്റ്റേഴ്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഫോർമേഷനിൽ മിസ് എല്ലാം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ അത് മറക്കാതെ കാണണം കേട്ടോ. അത് കണ്ടിട്ടേ നാളത്തെ എക്സാമിന് പോകാൻ പാടുള്ളൂ. ആൻഡ് പ്ലീസ് ഡു ലെറ്റ് മീ നോ ആഫ്റ്റർ യുവർ എക്സാം എങ്ങനെയുണ്ടായിരുന്നു. കാരണം പോസിബിൾ ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് രണ്ടും റെഫർ ചെയ്തിട്ട്, മാരത്തോൺ ആണെങ്കിലും ചാപ്റ്റർ വൈസ് ഉള്ളതുണ്ട്, മാരത്തോൺ ഉണ്ട്, ബൂസ്റ്റർ ഉണ്ട്. ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ആഫ്റ്റർ ദി എക്സാം ലെറ്റ് മീ നോ ഹൗ വാസ് യുവർ എക്സാം എന്നുള്ളതും കൂടെ പറയണം കേട്ടോ. സോ ഐഷ, മുഹമ്മദ്, ദേവൻ, ആർ യു ഗൈസ് റെഡി ഫോർ ദി ക്ലാസ്? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് ഇസ് ആൻ എസ്സേ ബൈ മാക്സ് ബിയർബോം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സാധാരണ എക്സസൈസ്, വാക്കിംഗ് ആസ് ആൻ എക്സസൈസ് എടുക്കുകയാണെങ്കിൽ സ്ഥിരം പല്ലവിയായിട്ട് വി യൂഷ്വലി ഹിയർ എ ലോട്ട് ഓഫ് തിങ്സ് സെയിങ് ദാറ്റ് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത് ആൻഡ് യങ് ജനറേഷൻ ദേ ഷുഡ് റിയലി ദേ ഷുഡ് ഹാവ് സം കൺസേൺസ് അബൌട്ട് ദിയർ ഫിസിക്കൽ ഹെൽത്ത്. ദേ ഷുഡ് ഡു ഡെയിലി എക്സസൈസസ്, ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം. വാക്കിംഗ്, അതിൽ വാക്കിംഗ് എന്ന് പറയുന്നത് ഇസ് എ മസ്റ്റ് തിങ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കേൾക്കും. കാരണം അത് കാർഡിയോ ആയിട്ടുള്ളത് ബെസ്റ്റ് ആണ്. വാക്കിംഗ് എന്ന് പറയുന്നതാണ് എക്സസൈസിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ളത്, വിച്ച് ഇസ് എ മസ്റ്റ് ട്രൈ വൺ എന്നൊക്കെയുള്ള രീതിയിൽ അഡ്വൈസ് നമ്മൾ ഈ യൂഷ്വലി ക്ലീഷേ ആയിട്ട് കേൾക്കുന്ന സംഭവമാണ്. മുഹമ്മദ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. സോ അങ്ങനെ ക്ലീഷേ ആയിട്ട് നമ്മൾ, ക്ലീഷേ what do you mean by that? ഈ സ്ഥിര പല്ലവിയായിട്ട് നമ്മൾ കേട്ട് മടുത്തിട്ടുള്ള കാര്യമാണ് അഡ്വാൻറ്റേജസ് ഓഫ് വാക്കിംഗ്, എസ്പെഷ്യലി ആസ് ആൻ എക്സസൈസ് എന്നുള്ള ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ മാക്സ് ബിയർബോം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ പറയുന്നത് മാത്രമല്ല വാക്കിംഗ് എന്ന് പറയുന്നത്. ഇൻസ്റ്റഡ് ഇതിന് വേറെ പല രീതികളുമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ആ ഒരു വലിയ ഇറ്റ്സ് ലൈക്ക് എ ബൂൺ ഓർ ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസ്സിങ് ടു യുവർ ഹെൽത്ത് എന്നുള്ള രീതിയിൽ മാത്രമല്ല വാക്കിങ്ങിനെ നോക്കി കാണാനുള്ളത്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇതാണെന്ന് പറഞ്ഞിട്ട് യൂഷ്വൽ
ടോപ്പിക്കിൽ നിന്ന് മാറി നിന്നിട്ട് ചിന്തിക്കുന്ന വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് മാറി നിന്ന് സാധാരണയുള്ള പേഴ്സ്പെക്റ്റീവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് ബൈ മാക്സ് ബിയർബോം. സോ ഷാൽ വി സ്റ്റാർട്ട് ദ ക്ലാസ്? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. സോ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. The narrator never chose to go for walks. They were taken out. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നറേറ്റർ പറയുന്നുണ്ട് ഈ വാക്കിങ്ങിന് പോവാന്നുള്ളത്, ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, ഈ റാൻഡം വാക്കിന് പോവാന്നുള്ളത് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഹി ഓൾസോ റിക്കലക്ട്സ് ദ തിങ്സ് ലൈക്ക് കുഞ്ഞായിരുന്നപ്പം ഹി യൂസ് ടു ഗോ ഔട്ട് വിത്ത് ഹിസ് മെയ്ഡ് ആൻഡ് അപ്പോൾ ഈ സ്ട്രോളറിലൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നടക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫണ്ണി ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈവൻ ആസ് എ ചൈൽഡ് ദേ ഡിഡ്ന്റ് ലൈക്ക് യൂസിങ് എ സ്ട്രോളർ ആൻഡ് വിഷ് ടു വാക്ക് ഇൻസ്റ്റഡ്. ബാക്കിയുള്ളവർക്ക് നടക്കുക ഈ ഒരു തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ലിഷർലി ആയിട്ട് നമുക്ക് അങ്ങനെ പോയി വരാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഈ നടത്തം എന്നുള്ളത് അല്ലേ, ഒരു റാൻഡം വാക്ക് എന്ന് പറയുന്നത്. പക്ഷേ കുഞ്ഞിലത്തെ ആ കാര്യങ്ങളൊക്കെ വളരെ ഫണ്ണി ആയിട്ട് റിക്കലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് പ്രസൻറ്റ് ആസ് എ ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വൽ ഹി ഡസൻ ലൈക്ക് ദിസ് വാക്കിംഗ്. ഈ ഒരു കോൺസെപ്റ്റിനോടൊന്നും അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ല. അത് ഇഷ്ടമല്ല. ബാക്കിയുള്ളവർ പല ന്യായീകരണങ്ങൾ പറഞ്ഞു വാക്കിംഗ് ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഹെൽത്തിന് നല്ലതാണ് എന്നുള്ള രീതിയിൽ എത്രയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയാലും ഹി ഹാസ് ഹിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഹി ഹാസ് ഹിസ് ഓൺ എക്സ്പ്ലനേഷൻ ആൻഡ് ഹി സേസ് നോ ടു വാക്കിംഗ്. അതാണ് ഈ ഒരു എസ്സേ പറയുന്നത്. ലിവിങ് ഇൻ ലണ്ടൻ ഇസ് സീൻ ആസ് ഗുഡ് ബിക്കോസ് ദ കെയോട്ടിക് സിറ്റി സ്പെയർസ് ദം ഫ്രം ബീങ് ആസ്ക്ഡ് ടു ഗോ ഫോർ വാക്സ്. ലണ്ടനിൽ റൈറ്റ് നൗ ഹി ഈസ് ഇൻ ലണ്ടൻ ആൻഡ് ലണ്ടനിൽ താമസിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അക്കോർഡിംഗ് ടു ഹിം ഇസ് ദാറ്റ് നോ വൺ ആസ്ക്സ് ഫോർ എ വാക്ക്. ആരും ഇന്ന് നടക്കാൻ വരുന്നോ, നമുക്ക് നട വരെ പോയിട്ട് വരാം എന്ന് പറയാൻ അവിടെ ആർക്കും ടൈമില്ല. ദേ ഡോണ്ട് ഹാവ് ടൈം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഡിൻ ആൻഡ് ബസൽ ഓഫ് ലണ്ടൻ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഗെസ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ വളരെ ശാന്തമായിട്ട് കാം സിറ്റുവേഷനിൽ ഒരു നല്ല സീനറി ഒക്കെ കാണുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഓരോരോ കഥയൊക്കെ പറഞ്ഞിട്ട് നോക്കൂ എത്ര ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുക. ഈ സിറ്റി അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് നിന്നിട്ട് ഈ പൊല്യൂഷൻ്റെ ഇടയ്ക്ക്, നോയിസിൻ്റെ ഇടയ്ക്ക്, ഈ ആൾക്കാരുടെ ഇടയ്ക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അതിങ്ങനെ നിന്നിട്ട് വാവ് എന്ത് ഭംഗി എന്നുള്ള രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതിന് അതിൻ്റേതായ കുറച്ച് എന്താണ് സീനറിയും ബ്യൂട്ടിയും ഒക്കെ വേണം. സോ ലണ്ടൻ പോലെയുള്ള ആ ഒരു സിറ്റി ലൈഫിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ആർക്കും സമയവുമില്ല. അവിടുത്തെ നോയിസും ഡിൻ ആൻഡ് ബസൽ ഓഫ് സിറ്റി ലൈഫ് ഇതിൻ്റെ ഇടയ്ക്ക് ആർക്കും ദി ഡോണ്ട് ഹാവ് ടൈം. അതുകൊണ്ട് തന്നെ ലണ്ടനിൽ താമസിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്നില്ല നടക്കാൻ വരുന്നോ ആരും ചോദിക്കാൻ വരാറില്ല അല്ലേ? എന്ത് ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് തന്നിരിക്കുന്നത്. ദ നോയ്സ് ആൻഡ് ഹസൽ ഓഫ് ലണ്ടൻ എലോങ് വിത്ത് സ്മോക്കി എയർ പ്രൊട്ടക്ട് ദ നറേറ്റർ ഫ്രം വാക്ക് റിക്വസ്റ്റ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എയർ ആണ്, ആ നോയ്സ് ഉണ്ട്, ആ ഒരു തിരക്കുണ്ട്, സിറ്റി ലൈഫ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ വരുന്നു എന്ന് ചോദിക്കാൻ അവിടെ ആർക്കും നേരമില്ലാത്തത് കൊണ്ട് തന്നെ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം സേഫ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സാധാരണ നമ്മൾ വാക്കിങ്ങിനെ കുറിച്ച് വിചാരിക്കുന്നതല്ല ഈ ഒരു എസ്സേയിലുള്ളത്. അതിന് എഗൻസ്റ്റ് ആയിട്ടല്ലേ ഒരു ഓപ്പോസിറ്റ് തീമിൽ വരുന്ന ഒരു എസ്സേ ആണിത്. ആൻഡ് ദ നറേറ്റർ വാല്യൂസ് ലണ്ടൻസ് ഇഷ്യൂസ് ആസ് ദേ പ്രൊവൈഡ് ആൻ എക്സ്ക്യൂസ് ടു അവോയ്ഡ് ഒബ്ലിഗേറ്ററി വാക്സ്. ഇതുപോലുള്ള പൊല്യൂഷൻ കാരണവും തിരക്ക് കാരണവും അവിടെ ആർക്കും സമയമില്ലാത്തത് കൊണ്ടും ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒബ്ലിഗേറ്ററി, വാട്ട് യു മീൻ ബൈ ഒബ്ലിഗേറ്ററി? കമ്പൽസറി ആയിട്ട്. സാധാരണ ഇപ്പോൾ നമ്മളൊരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ മഴയല്ലേ കട്ടൻ മസ്റ്റാ എന്നല്ല പറയല്ലേ, ആ ഒരു രീതിയിൽ മസ്റ്റാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഒബ്ലിഗേറ്ററി എന്ന് പറയുന്നത്. ഒബ്ലിഗേറ്ററി വാക്ക്, ഫ്രണ്ടിനെ കണ്ടോ എന്ന ഒരു നടത്തം മസ്റ്റാണെന്നുള്ള ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അവിടെയുള്ള ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. ആൻഡ് വാട്ട് വേർ ദ റീസൺസ്? പൊല്യൂഷൻ, എയർ സ്ട്രൈക്ക് ലൈക്ക് എയർ പൊല്യൂഷൻ, ദെൻ ബിസി ലൈഫ്, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? Okay, then the narrator expects to be asked to come out for a walk whenever they are with friends in the country. ഈ കൺട്രി സൈഡിലൊക്കെ, അതായത് ടൗൺ സിറ്റി ലൈഫ് അല്ല പറയുന്നത്, കൺട്രി സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൗണിൽ നിന്ന് മാറിയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് താമസിക്കുമ്പം, ശാന്തസുന്ദരമായ സ്ഥലത്ത് താമസിക്കുമ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ ഒബ്വിയസ്ലി ദേ വിൽ ആസ്ക് ഫോർ എ ക്വസ്റ്റ്യൻ, ആർ യു കമ്മിങ് ഔട്ട് ഫോർ എ വാക്ക്?
നീ നടക്കാൻ വരുന്നുണ്ടോ, അവിടെ ഒരു ജസ്റ്റ് നടന്നിട്ട് വരാം, വായോ എന്നുള്ള രീതിയിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയില്ലേ ഫ്രണ്ട്സ്. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ ആ ഒരു ചോദ്യം ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. People believe walking is noble, giving walkers the right to impose walks on others, even those comfortably breathing. So we have a common assumption that walking എന്ന് പറയുന്നത്, നടക്കാൻ പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, ഒരു മെൻ്റൽ റിഫ്രഷ്മെൻറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണെങ്കിലും വാക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഗോണ ഹെൽപ്പ് യു ഗൈസ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. അതുകൊണ്ട് മാറിയിരുന്ന് വേറെ എന്തെങ്കിലും പണി ചെയ്യുന്ന ആളുടെ അടുത്താണെങ്കിൽ പോലും നടക്കാൻ വരുന്നോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നും ബാക്കിയുള്ളവർക്കില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൺലി ഗോണ ഡു സം ഗുഡ് തിങ്സ് ഫോർ ദം, അല്ലേ? പക്ഷേ saying no to all friends is easy, but declining acquaintance requires an excuse. നമുക്ക് പരിചയമുള്ള പണ്ടത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നീ നടക്കാൻ വരുന്നോ, ഇല്ലടാ നീ പോയിട്ട് വാ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ പരിചയക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് പറയുമ്പോഴത്തേക്ക് നടക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ജാട ഉള്ള ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്ക് നമ്മുടെ അടുത്തുണ്ടാകുക. അല്ലെങ്കിൽ അതേ രീതിയിൽ നമ്മൾ കൺവിൻസ് ചെയ്ത് വെക്കണം, ഇന്ന റീസൺ കൊണ്ടാണ് എനിക്കിപ്പോൾ നിൻ്റെ കൂടെ വരാൻ പറ്റാത്തതെന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്യണം. അതിന് പലപ്പോഴും പറ്റാറില്ല. സോ ഹി സേസ് ദാറ്റ് സേയിങ് നോ ടു ഓൾ ഫ്രണ്ട്സ് ഇസ് ആക്ച്വലി ഇറ്റ്സ് ഓക്കെ ടാസ്ക്, ഓക്കെ കൈൻഡ് ഓഫ് ടാസ്ക് ആണ്. പക്ഷേ ഡിക്ലൈനിങ് അക്വൈൻറ്റൻസ് റിക്വയർസ് ആൻ എക്സ്ക്യൂസ് കൺവിൻസിങ് ആയിട്ടുള്ള എക്സ്ക്യൂസസ് തന്നെ വേണം ഈ പരിചയക്കാരുടെ അടുത്ത് നമുക്ക് വരാൻ സമയമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ എക്സ്ക്യൂസ് ഓഫ് ഹാവിങ് ലെറ്റേഴ്സ് ടു റൈറ്റ് ഇസ് അൺസാറ്റിസ്ഫാക്ടറി ബിക്കോസ് കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നടക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം സമയമില്ല എന്ന് പറയുന്നതിൽ അവർ ആരും എന്താണ് ഒന്ന് പോയി അതൊക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വലിച്ചു കൂട്ടിക്കൊണ്ട് പോകും, അല്ലേ? യൂഷ്വൽ ടാസ്ക് ആണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ. അല്ലെങ്കിൽ അത്രമാത്രം കൺവിൻസിങ് ആയിരിക്കണം. സോ ഈ റീസൺസ് ഒന്നും കൺവിൻസിങ് അല്ല. എന്ത് The excuse of having letters to write is unsatisfactory. എനിക്ക് കുറച്ച് ലെറ്റർ എഴുതാനുണ്ട് എന്ന് അവരുടെ അടുത്ത് പറയുന്നത് അത്രമാത്രം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്ന ഒരു എക്സ്ക്യൂസ് അല്ല. ദ റീസൺ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബിലീവ്ഡ്. സ്വാഭാവികമായിട്ടും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. someone is asking you to go out for a walk and you says that sorry I have some letters to write എന്ന് പറയുമ്പോഴത്തേക്ക് കൂടെയുള്ള നല്ല പരിചയമുള്ള ആളാണെങ്കിൽ പറയും, ഓ ലെറ്റർ നിനക്ക് ഒന്ന് പോയേ, നീ വന്നേ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവല്ലേ ചെയ്യുക. യു നോ ദാറ്റ്, അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ നറേറ്ററും പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം, ലെറ്റർ എഴുതാനുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് it forces one to pretend to write until the requester leaves. ഒരാളെ നോക്കിയിരിക്കുന്നവരെ ഞാൻ ലെറ്റർ എഴുതുകയാണേ, സോ യു പ്ലീസ് വെയിറ്റ്, ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതണം. നോക്കുകയാണെങ്കിൽ അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. എന്താണ്, അൺലെസ് ആ ഒരു പേഴ്സൺ അവിടെ നിന്ന് മാറുന്നവരെ നമ്മളിത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പോവാത്ത ആ ലെറ്റർ എഴുതുന്നത് വരെ, എഴുതി കഴിയുന്നവരെ നമ്മളത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് റീസൺ ഇസ് ദാറ്റ് ഇറ്റ് doesn't work on Sunday mornings due to the lack of postal service until the evening. സൺഡേ ആണ് നടക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ പറയുകയും വേണ്ട, സൺഡേ പോസ്റ്റ് അവധിയാണ്. ഈവനിങ് ആവണം അത് റീസ്റ്റാർട്ട് ചെയ്ത് വരണമെങ്കിൽ. അപ്പോൾ സൺഡേ രാവിലെ തൊട്ട് എനിക്ക് ലെറ്റർ എഴുതാനുണ്ടെന്നും പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്ന അത് ഒട്ടും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യമല്ല. സോ നടക്കാൻ വിളിക്കുമ്പം ലെറ്റർ എഴുതാനുണ്ടെന്നുള്ള ഒരു എക്സ്ക്യൂസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ആരും വിശ്വസിക്കില്ല. ഓക്കെ, നോ വൺ ഇസ് ഗോണ ബിലീവ് യു. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ഒരാൾ വന്ന് നോക്കിയിരിക്കുന്ന ആൾ പോകുന്നവരെ നമ്മൾ ഈ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കണം. ഒരിക്കലും സെൻഡ് ചെയ്യാൻ പോവാത്ത ആ ഒരു ലെറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ദ തേർഡ് തിങ് ഇസ് ദാറ്റ് സൺഡേ ആണ് ഈ നടക്കാൻ വിളിക്കുന്നതെങ്കിൽ ഇത് തീരെ വില പോകില്ല എന്ന് പറയാനായിട്ട് പറ്റും. വാട്ട് ഈസ് ദ റീസൺ? അന്ന് പോസ്റ്റ് അവധിയാണ്. സോ ഈ ഒരു ലെറ്റർ എക്സ്ക്യൂസ് ഇവന്മാരുടെ ഇടയിൽ നടക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേ. സോ walking is often praised, but the narrator dislikes it because it hampers thinking. ഈ നമ്മുടെ നറേറ്ററിന് ഈ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് ഇത്രമാത്രം ദേഷ്യം വരാനുള്ള കാര്യം എന്താണ്? ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഞാൻ ചിന്തിച്ചിരുന്നു. ആൻഡ് ദാറ്റ്സ് വൈ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് is something related to that, and why he doesn't like walking, and the answer is that it hampers thinking. അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിന് വാക്കിന് പോവുകയാണ്
പോവുകയാണെങ്കിൽ ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാവന വിടർത്തുക എന്ന് പറയില്ലേ, ആ ഭാവന വിടരില്ലത്രേ. അദ്ദേഹം നടക്കാൻ പോകുമ്പോൾ ഇഫ് ഈസ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, ഇറ്റ് ഹാമ്പേഴ്സ് തിങ്കിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് സം ക്ലെയിം ദിയർ ബ്രെയിൻ വർക്ക് ബെസ്റ്റ് ഡ്യൂറിങ് വാക്സ്. ദ നറേറ്റർ ഡിസഗ്രീസ് ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പീരിയൻസസ്. ചിലവർ പറയാറുണ്ട്, കാരണം നമ്മളൊന്ന് നടക്കാനായിട്ടൊക്കെ പോകുമ്പോഴാണ് ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതേപോലുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് കിട്ടുന്നത്, അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ എപ്പോഴാണ് പറയുന്നത്, ഇതുപോലെ നടക്കാൻ പോകുമ്പോൾ. ബട്ട് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസസ്, അദ്ദേഹം എന്താണ് പറയുന്നത്, ഞാൻ നടക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഉള്ള ഭാവനയും കൂടെ ഇല്ലാതാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഫെലോ വർക്കേഴ്സ് യൂഷ്വലി ഇൻട്രസ്റ്റിംഗ് ഇൻഡോസ് ബിക്കം ലെസ് എൻഗേജിങ് ഡ്യൂറിങ് വാക്സ്. അദ്ദേഹത്തിൻ്റെ അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, കൂടെ നടക്കാൻ വരുന്നവർ എത്രമാത്രം ക്രിയേറ്റിവിറ്റി ഉള്ളിലുള്ളവരാണെങ്കിലും ശരി, എൻ്റെ കൂടെ നടക്കാൻ വരുമ്പം അവർ ശരിക്കും എന്താണ്, ബാക്കി കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ കാണിക്കുന്ന രീതിയിലായിരിക്കില്ല പിന്നീട് അവരുടെ ബിഹേവിയർ. കാരണം അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുക, അവിടെ വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ വെദറിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു കോമൺ ഒരു ഒപ്പീനിയൻ പറയുക. അങ്ങനെ നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത പല കാര്യങ്ങളിലും അവരുടെ എനർജി വേസ്റ്റ് ചെയ്ത് ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അവരുടെ സ്പേസ് കൊടുക്കുന്നില്ല. റൂം ഫോർ ദെയർ ഓൺ എന്താണ് ക്രിയേറ്റിവിറ്റി ആ ഒരു സമയത്ത് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. ഓക്കെ. Fellow walkers, usually interesting indoors, become less engaging during walks. Ideas and knowledge that flowed indoors seem to vanish during walks. And for him, ബാക്കിയുള്ളവർ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര എന്താണ് എൻഗേജിങ് ആയിട്ടുള്ള ടോക്സും ക്രിയേറ്റിവിറ്റിയും അതേപോലെ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള ഈ എന്താണ് പുറം കാഴ്ചകൾ കണ്ട് അതിൽ പബ്ലിക് ഒപ്പീനിയൻ കൊടുത്ത് അവരുടെ എനർജി ലൂസ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ നറേറ്ററിന് തോന്നിയിട്ടുള്ളത്. എക്സ്പ്രഷൻ ചേഞ്ച്, ദ മൊബൈൽ ഫേസ് ആൻഡ് ലൈവ്ലി ഐസ് ബിക്കം മോർ സ്റ്റാറ്റിക്. അവരുടെ മുഖത്തെ ഭാവങ്ങൾ വരെ മാറിപ്പോകും എന്നാണ് നറേറ്റർ പറയുന്നത്. വളരെ ലൈവ്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബിലിറ്റി ഒക്കെയുള്ള ആ ഒരു ഫേസസ് വളരെ എന്താണ് റോബോട്ട് നടക്കുന്നത് പോലെ ഇങ്ങനെ നടന്ന്, ഓക്കെ നമ്മൾ പബ്ലിക്കിലാണ്, ഓക്കെ വെൽ ഐ സി, ഓക്കെ, ആ ഒരു രീതിയിൽ ഭയങ്കര സ്റ്റാറ്റിക് ആയിട്ട് പറയുന്നത് പോലെ എന്താണ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടല്ലേ, ആ ഒരു രീതിയിൽ അവർ മാറിപ്പോകുന്നു. കാരണം നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുകയല്ലേ, ആ ഒരു രീതിയിൽ സ്റ്റാറ്റിക് ആകുകയാണ് ചെയ്യുന്നത്. വിച്ച് ആക്ച്വലി ഹാമ്പേഴ്സ് അല്ലെങ്കിൽ ഹിൻഡേഴ്സ് ദെയർ ഓൺ തിങ്കിങ് പ്രോസസ്സ് എന്നാണ് നറേറ്റർ പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് വാക്കിംഗ് വലിയ താല്പര്യമില്ലാത്ത കാര്യമായി മാറുന്നത്. സോ opinions about people being good may shift during a walk, showing inconsistent judgment. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെക്കുറിച്ച് വരെ നമ്മളോട് കമൻറ്റ് പറയുമല്ലേ. ആ സമയത്തെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും, ആ ഒരു റിലാക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ചില്ലിങ് മൊമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഇതുപോലുള്ള കമൻറ്റ്സ് നമ്മൾ പറയുക. പക്ഷെ അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണോ? അല്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ഫ്രണ്ട്സ് എ നൈസ് തിങ് അബൌട്ട് മിസ്സസ് എ ഡ്യൂറിങ് ദ വാക്ക്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ മിസ്സസ് എ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ക്യാരക്ടർ, റാൻഡം ആയിട്ട് ഒരാൾ, ഇന്നയാളെ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. സോ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക്, ആ മിസ്സസ് എ ഇല്ലായിരുന്നു അപ്പുറത്തെ സ്ട്രീറ്റിൽ താമസിക്കുന്നത്, ഡിഡ് യു ഹിയർ എനി ന്യൂസ് അബൌട്ട് ഹർ? അയ്യോ അത് അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും മിസ്സസ് എയുടെ ഫാമിലി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി, അവരുടെ പാസ്റ്റ് ലൈഫ്, ഇതെല്ലാം നമ്മൾ ആ ഒരു വാക്കിൽ പറയും. ശരിക്കും എക്സസൈസ് ചെയ്യാൻ പോയ ഒരു ഗുണം മനസ്സിനവിടെ കിട്ടിയോ? കുറേ എന്താണ് ഈ പരദൂഷണം അല്ലേ, പരദൂഷണം പറഞ്ഞ സമയം കളഞ്ഞു, കുറച്ച് എനർജി കളഞ്ഞു എന്നല്ലാതെ വാക്കിങ്ങിന് പോയ ആ ഒരു ഗുണം ഇവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതാണ് തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് നറേറ്റർ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ് റീഡ് സൈൻസ് ഔട്ട് ലൗഡ് ഡ്യൂറിങ് ദ വാക്ക് ലൈക്ക് നോ വൺ ഓൺ ആൻഡ് ഇൻ. സോ അടുത്ത ഫ്രണ്ട്സ് പറയുമ്പോൾ ഇതേപോലെ മിസ്സസ് എയെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടില്ലാത്ത കുറച്ച് ഇങ്ങനത്തെ ഫണ്ണി ടോക്സ് പറഞ്ഞിട്ട് കഴിയുമ്പോഴായിരിക്കും ഇവിടെ വേറെ എന്തെങ്കിലും ഒരു പുതിയ പോസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. ഈ സിനിമ കണ്ടായിരുന്നോ, ഭയങ്കര മോശം അഭിനയ, ഡയറക്ഷൻ്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട, അങ്ങനെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് അവിടെ പറഞ്ഞ് നമ്മുടെ എനർജി കളയും. ആൻഡ് ഫ്രണ്ട്സ് പോയിന്റ് അറ്റ് എ സൈൻ അബൌട്ട് മൈൽസ് ആൻഡ് അനദർ അബൌട്ട് ട്രെസ് പാസിങ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ലിറ്ററിങ്, സാധനങ്ങൾ വലിച്ചെറിയുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ട്രെസ് പാസിങ്, കടന്നുകയറ്റത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കമൻറ്റ്സ് പറയും. ആക്ച്വലി ഇതൊന്നും നമ്മുടെ ഡെവലപ്മെൻറ്റിന്, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഇന്നർ ഗ്രോത്തിന് വേണ്ടിയിട്ടോ ഹെൽപ്പ് ചെയ്യുന്നതല്ല ഈ കമൻസ് ഒന്നും. പക്ഷെ നടത്തത്തിന് പോയോ നിങ്ങൾ ഇതിനെല്ലാം ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ എനർജി കളയും എന്നാണ് നറേറ്റർ പറയുന്നുണ്ട്. ആർ യു ഗൈസ് ഏബിൾ ടു ഫോളോ മൈ ക്ലാസ്? അതും കൂടെ ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ.
Narrator thinks friend is a bit stressed from all the reading. ഇതെല്ലാം വായിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഉല്ലസിച്ച് വരുന്ന ഫ്രണ്ടിനെ കാണുമ്പം നറേറ്ററിന് തോന്നും ഹി ഈസ് നോട്ട് ഹാപ്പി. കാരണം എന്താണ്, എന്തിനാണോ വന്നത് ആ ഒരു സംഭവം കിട്ടിയിട്ടില്ല. ചിലപ്പം മനസ്സൊന്ന് ശാന്തമാക്കാനായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല. കുറേ നോട്ടീസ് വായിച്ചു, കുറേ ആൾക്കാരെ കുറിച്ച് കമൻറ്റ് പറഞ്ഞു എന്നല്ലാതെ നത്തിങ് ഇൻട്രസ്റ്റിംഗ് കെയിം അപ്പ് ദേർ അല്ലേ. അതുകൊണ്ട് തന്നെ ഹി തിങ്സ് ദാറ്റ് he is a little bit stressed എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ലഞ്ച് മേക്സ് ഫ്രണ്ട്സ് ഫീൽ ബെറ്റർ ആൻഡ് ലൈവ്ലി അഗൈൻ. അതെല്ലാം കഴിഞ്ഞ് നടത്തെല്ലാം കഴിഞ്ഞ് പിന്നീട് അവർ ഒരു ലഞ്ചിന് ഒത്തുകൂടിയിരിക്കുമ്പോഴത്തേക്ക് ഹി അഗൈൻ ഫീൽസ് ദാറ്റ് ഓക്കെ ഹി ഈസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഓൺ മൂഡ് എന്നുള്ള രീതിയിൽ മനസ്സിലാവും. കാരണം എന്താണ്, എനർജിയൊക്കെ വീണ്ടെടുത്തു. വേണ്ടാത്ത കാര്യത്തിൽ കമൻറ്റ് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എനർജിയോ ഒന്നും ലൂസ് ആയിട്ടില്ല. സോ ബാക്ക് ടു യൂഷ്വൽ സെൽഫ് ആയപ്പം അവിടെ അദ്ദേഹത്തിന് എനർജി ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ദ നെക്സ്റ്റ് മൂമെൻറ്റ് വേറെ ഒരാളെ കണ്ട് അയാളുടെ കൂടെ നടക്കാൻ പോകുമ്പോൾ പിന്നെയും ഈ ഉണ്ടാക്കിയെടുത്ത എനർജി എല്ലാം അവിടെ വേസ്റ്റായി പോവുകയാണ്. വേറെയും കുറേ ഹോർഡിങ്സ് കാണുന്നു, പോസ്റ്റർ കാണുന്നു, പരിചയമുള്ള ഒരാളെ കാണുന്നു, അവരെക്കുറിച്ച് വേണ്ടാത്തതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞിട്ടുള്ള കമൻസും അതേപോലെ നെഗറ്റീവ് തോട്ട്സും ഒക്കെ വന്നിട്ട് ആ എനർജി അവിടെ ലോ ആകുന്ന കാഴ്ചയാണ് നറേറ്ററിന് പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹി ഈസ് ജസ്റ്റ് അഗൈൻസ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് വാക്കിംഗ് ആസ് ആൻ എക്സസൈസ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? സോ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് despite a not so good morning, friend goes for another walk with someone else. എൻ്റെ കൂടെ നടക്കാൻ വന്നിട്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹത്തിനൊന്നും നേടിയിട്ടില്ല. സോ ഓബ്വിയസ്ലി നെക്സ്റ്റ് മോർണിംഗ് അദ്ദേഹം വേറൊരാളെ കണ്ടുപിടിക്കും. ആൻഡ് ഹി തിങ്സ് ദാറ്റ് ഇത്രയും ബോറായിട്ടുള്ള ഒരു നടത്തം കഴിയുമ്പോൾ ചിലപ്പം ലൈഫിൽ ഇയാൾ വേറൊരു നടത്തത്തിന് വേണ്ടി പോവില്ലായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് വെറുതെ ആയിരുന്നു. പുതിയൊരാളെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഭയം പറഞ്ഞിട്ട് അയാൾ പോകുന്ന ഒരു കാഴ്ച. നറേറ്റർ എക്സ്പെക്ട്സ് ഫ്രണ്ട്സ് ടു കോൾ ദം ബോറിംഗ് ആൻഡ് റീഡ് സയൻസ് ഡ്യൂറിങ് ദ വർക്ക് അഗൈൻ. സോ അടുത്ത ആളെ കണ്ട് അയാളുടെ കൂടെ ഇത്രയും എനർജറ്റിക് ആണെന്നുള്ള രീതിയിൽ ഭാവിച്ച് നടക്കുമ്പം ഒബ്വിയസ് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഫ്രണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇന്നലെ ഐ ജസ്റ്റ് വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത് ദിസ് പെർട്ടിക്കുലർ മാൻ. അതായത് ഈ നറേറ്ററിൻ്റെ കൂടെ പോയി ഹിസ് സച്ച് എ ബോറിംഗ് ഫെല്ലോ. അയാളുടെ കൂടെ നടക്കാൻ പോയിട്ട് നടന്ന ഒരു എഫക്റ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരിക്കും ചിലപ്പം നെക്സ്റ്റ് മോർണിംഗിൽ വേറെ ഒരാളുടെ കൂടെ ഇയാൾ നടക്കാൻ പോകുമ്പോൾ പറയുക എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അദ്ദേഹം ഗസ് ചെയ്യുകയാണ്, കാരണം കൂടെ നടന്നപ്പം സ്വഭാവം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. സോ നെക്സ്റ്റ് മോർണിംഗും ഇതിൻ്റെ തന്നെ റെപ്പറ്റീഷനാണ്. അപ്പോൾ ടോപ്പിക്കായി വരുന്നത് ഞാൻ തന്നെയാകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഗസ് ചെയ്യുന്നത്. ഓക്കെ. So, the author wonders why people who walk for fun seem to get tired quickly. What causes this? And the main question he asks is that what is the reason they get tired so fast? എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് നടക്കാൻ പോകും? എന്തിനാണ്? What is the purpose for a walk? വാക്കിന് പോകുന്നതിൻ്റെ purpose എന്താണ്? Because മെൻ്റൽ റിഫ്രഷ്മെൻ്റ് ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ആ ഒരു ആക്ടിവിറ്റി അത്രയും എനർജിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ വി ഫീൽ ലൈക്ക് ഓക്കെ ഇറ്റ്സ് എൻഡ് ഫോർ ദി ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും അല്ലേ, ഇത് മതി, തൽക്കാലം ഇത് മതി, ഇറ്റ്സ് ഇനഫ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. പക്ഷേ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ബിക്കോസ് വി ആർ നോട്ട് ഇൻ ടു ഇറ്റ്. വാക്കിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ ശരിക്കും വാക്കിങ്ങിനല്ല പോകുന്നത്, വേറെ പല കാഴ്ചകളും വേറെ പല ഒപ്പീനിയൻസും പാസ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ടാണ് യു ഗെറ്റ് ടയേർഡ് ഈസിലി എന്ന് പറയുന്നു. അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ. നമ്മളെല്ലാവരും ഇപ്പോൾ എക്സസൈസ് ആണെങ്കിലും മോർണിംഗ് വാക്കിന് പോവുകയാണെങ്കിലും ഏറെക്കുറെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നറേറ്ററും ഇങ്ങനെ പറയുന്നത്. The author thinks people don't decide to walk using their thinking but maybe something deeper like the soul. ആലോചിച്ചല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്രിയേറ്റീവായിട്ട് ഇട്ടത് വേണം, ഈ ഒരു നടത്തത്തിൽ കൂടെയാണ് എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ, എൻ്റെ ക്രിയേറ്റിവിറ്റി ഇവിടെ എന്നുള്ള രീതിയിൽ പോയാൽ ഒന്നും നിങ്ങൾക്ക് നേടാനില്ല. നിങ്ങൾ വാക്കിംഗ് ഫോർ എ വാക്കിംഗ് സേക്സ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ. എന്താണ്, നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയി നടന്നു എന്ന് വെച്ച് ഒന്നും കിട്ടാനില്ല. നടക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ രീതിയിൽ നടക്കണം. വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് ഇസ് നോട്ട് എ ഗുഡ് ഡീഡ് ബിക്കോസ് ഇറ്റ് ഹാമ്പേഴ്സ് അല്ല ഇറ്റ് ഹിൻഡേഴ്സ് തോട്ട് പ്രോസസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ആ ഒരു കഴിവിനെ, നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് ആസ്പെക്ട്സിനെ അതൊന്ന് ലോ ആക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. The soul tells the body to walk, but the brain questions where and why. നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും നടക്ക് നടക്ക്, ഇറ്റ്സ് ഓൺലി ഗോണ ഡു ഗുഡ് ഫോർ യു. ഹെൽത്ത് വൈസ് ആണെങ്കിലും മെൻ്റൽ വൈസ് ആണെങ്കിലും നീ ഒന്ന് നടക്ക് നടക്കുക എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും. പക്ഷെ ഉടനെ എൻ്റെ ബ്രെയിൻ തരും എന്തിന് നടക്കണം, എവിടെ നടക്കണം, എന്താണ് ഗുണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ബ്രെയിൻ ചോദിക്കും. ആ ഒരു സൈൻ ബ്രെയിൻ കൊടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞു,
ഇനിയിപ്പോൾ നടന്നിട്ട് എന്താ കാര്യം അല്ലേ? കാരണം ബ്രെയിനിലാണല്ലോ നമ്മുടെ ഇത്രയൊക്കെ എന്തെങ്കിലും നമ്മുടെ ആ ഒരു കീ കൊടുക്കുന്ന എന്താണ്? ബ്രെയിനാണ്. ബ്രെയിനിൽ നിന്ന് ഇങ്ങനെ ഒരു സൈൻ നമ്മുടെ ബോഡിക്കും സോളിനും തന്നാൽ പിന്നെ ആ ഒരു കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും നല്ലതുണ്ടോ? സോ ദാറ്റ്സ് ഇറ്റ്. The soul says the body is walking without a reason, but the brain doubts this. അപ്പോൾ സോൾ പറയും ഒന്നും ഇല്ല, ഓക്കെ, നടക്കേണ്ടത് എന്താ, വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ ശരി നമുക്കൊന്ന് നടക്കാമെന്ന് പറയുകയാണെങ്കിൽ ഉടനെ ചോദിക്കും വെറുതെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് നടക്കുന്നത്? പിന്നെയും എന്താണ് ഇങ്ങനെ തടസ്സം നിർത്തിക്കൊണ്ടിരിക്കും അല്ലേ? ഒന്ന് നന്നാകാന്ന് വെച്ചിട്ട് സ്വന്തമായിട്ട് ആ ഒരു ഇതെടുത്തിട്ട് എനർജി ബോളായിട്ട് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സൈൻ തരിക. അവിടെ തീരില്ലേ നമ്മുടെ കാര്യം? ബ്രെയിൻ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ കണ്ടിന്യൂയിങ് എ പർട്ടിക്കുലർ ടാസ്ക് അല്ലേ? സോ ദ ബ്രെയിൻ റെഫ്യൂസസ് ടു ബി എ പാർട്ട് ഓഫ് വാട്ട് ഇറ്റ് സീസ് ആസ് ഫൂളിഷ്നെസ് ആൻഡ് ഡിസൈഡ്സ് ടു സ്ലീപ്പ് അൺടിൽ ദ വാക്ക് ഈസ് ഡൺ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പറയുന്നത് എന്താണ്? എന്തായാലും ഈ നടക്കാൻ പോകുന്നത് നിൻ്റെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടോ നിനക്ക് നല്ലത് വരണം ഫിസിക്കലി അല്ലെങ്കിൽ ആ ഒരു ബോഡി വൈസ് നല്ലത് വരണം എന്ന് ഓർത്തിട്ടല്ല. കാണുന്നതിനെക്കുറിച്ച് കമൻറ്റ് പറയാനും അവിടെ കുറേ എനർജി ലൂസായിട്ട് കുറച്ച് നെഗറ്റീവ് തോട്ട്സും കേട്ടാണ്. ഈ പരിപാടിക്ക് ഞാനില്ല, ഞാൻ ഉറങ്ങി എന്താണ് നടന്ന് കഴിയുമ്പോൾ വിളിച്ചേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ബ്രെയിൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു ഫണ്ണി ആസ്പെക്റ്റ് മനസ്സിലായോ? ഒന്നെങ്കിൽ നടക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ബ്രെയിൻ തന്നെ നമ്മുടെ കൂടെ ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞിട്ട് വരണം, ആക്റ്റീവ് ആയിരിക്കണം. വാക്ക് ചെയ്യാനായിട്ട് തന്നെ നമ്മൾ പോവുകയാണ്. പക്ഷേ നിങ്ങൾ അവിടെ കണ്ടതിനെക്കുറിച്ചും ഇവിടെ കണ്ടതിനെക്കുറിച്ചും ആരെങ്കിലും കുറിച്ചുള്ള കംപ്ലയിൻസും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രെയിൻ കൺസിഡർ ഇറ്റ് ആസ് എ ഫൂളിഷ് ആക്ടിവിറ്റി. നടക്കാൻ പോകുമ്പോഴല്ല ഇതുപോലുള്ള ഫ്രീ ടോക്സ് പറയേണ്ടത്. അപ്പം മെൻ്റൽ ആക്ടിവിറ്റി, മെൻ്റൽ റിഫ്രഷ്മെൻറ്റിന് പകരം അവിടെ കുറേ നെഗറ്റീവ് തോട്ട്സ് അടിച്ച് കയറ്റുന്നു എന്നുള്ളേ ഉള്ളൂ. സോ ബ്രെയിൻ കൺസിഡർ ഇറ്റ് ആസ് എ നെഗറ്റീവ് തോട്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഉറങ്ങാൻ പോകും. അങ്ങനെ ബ്രെയിൻ ഉറങ്ങിക്കിടന്ന് നിങ്ങൾ വെറുതെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് വാക്കിങ്ങിന് അതിൻ്റെതായ ഒരു ഗുണവും കിട്ടിയെന്ന് വരില്ല. ഇതാണ് നറേറ്റർ പറയുന്നത്. The brain wraps up and falls into a deep sleep, waking up only when the body is back indoors. അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പോകുന്ന ബ്രെയിൻ തിരിച്ച് നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇൻഡോറിൽ എത്തുമ്പോഴായിരിക്കും എത്തിയോ, ഞാനൊരു നല്ല ഉറക്കം ഉറങ്ങി, സോ ഹൗ വാസ് യുവർ ഡേ എന്നുള്ള രീതിയിൽ ബ്രെയിൻ തിരിച്ചു വരിക. അങ്ങനെ ആ സമയത്ത് ബ്രെയിൻ വന്നിട്ട് നടത്തത്തിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടാനും പോകുന്നില്ല. മനസ്സിലായോ? വളരെ ഫണ്ണി ആയിട്ട് നടത്തത്തിൻ്റെ വേറൊരു വശമാണല്ലേ നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഈ നറേറ്റർ. സോ ആർ യു ഗൈസ് ഏബിൾ ടു ഫോളോ ദ ക്ലാസ്? ഓക്കെ, സോ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ദ ബ്രെയിൻ ലൈക്സ് യൂസിങ് എ വെഹിക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ്. നമ്മുടെ ബ്രെയിൻ ആണ് നമുക്ക് ഈ പണി തരുന്നത്. നടന്നു പോകേണ്ട ആവശ്യമില്ല, ഇവിടെ അടുത്താണെങ്കിലും പോയാൽ പോലെ, സുഖം ഇതല്ലേ, നമുക്ക് നമ്മളായിട്ട് തന്നെ ഇരിക്കാമല്ലോ, നമ്മുടെ എനർജി വേസ്റ്റ് ആവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സിഗ്നൽ തരുന്നത് ആരാണ്? നമ്മുടെ പാവം ബ്രെയിൻ. നറേറ്റർ വെറുതെ നമ്മുടെ ബ്രെയിനെ കുറ്റം പറയാം അല്ലേ കുട്ടികളെ? ഓക്കെ. While walking, the brain doesn't think deeply but does small tasks if the legs are useful. നമ്മൾ ഈ നടക്കുമ്പോൾ ബ്രെയിൻ അതിൻ്റെതായ വലിയ റോളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ്, കാരണം നമ്മൾ നമ്മുടെ ആ ഒരു കോൺഷ്യസ് ഇതിലല്ല, വേറെ എന്തിലൊക്കെയോ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ വലിയ കാര്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ബ്രെയിനിന് വലിയ റോളില്ല. അപ്പോൾ ഈ കാല് എന്നൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ കാലൊക്കെ നോക്കി നമ്മുടെ അതിൻ്റേതായ ടാസ്ക് ചെയ്യുന്നുണ്ടോ? അതായത് വാക്കിങ്ങിന് എന്താണോ ആസ് ആൻ എക്സസൈസ് കണ്ടു പോകുന്ന ലോജിക്കൊന്നും നമുക്കതിൽ കിട്ടില്ല. ഓക്കെ. ദ എസ്സേ വാസ് റിട്ടൺ ഡ്യൂറിങ് എ വാക്ക് ഗോയിങ് അഗൈൻസ്റ്റ് ദ ഐഡിയ ദാറ്റ് ഡീപ് തിങ്കിങ് ഡസൻറ്റ് ഹാപ്പൻ ഡ്യൂറിങ് വാക്സ്. സോ ഈ ഒരു എസ്സേ എഴുതിയത് എപ്പോഴാണ്? when he went for a walk അല്ലേ? ഒരു നടത്തത്തിനായിട്ട് പോയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടാക്കാമെന്ന് കരുതി അദ്ദേഹം നടക്കാൻ പോയപ്പോഴാണ് ഇതുപോലൊരു ലോജിക്ക് അദ്ദേഹത്തെ തേടിയെത്തിയത്. അപ്പോൾ എന്തായിരിക്കണം? അദ്ദേഹം ഈ ഒരു നടത്തത്തിന് പോയപ്പം ഭാവന വിടർന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പം ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് അല്ലേ? The author doesn't need a vehicle for every trip but won't go for a walk unless necessary. അദ്ദേഹത്തിന് എല്ലാ ആവശ്യത്തിനും വെഹിക്കിൾസ് വേണം എന്നൊന്നും പറയില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അത്രമാത്രം ആവശ്യമാണെങ്കിൽ മാത്രമേ ഞാൻ നടന്നു പോവുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യവും പറയുന്നുണ്ട്. നടക്കണമെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെ പോകണമെങ്കിലും വണ്ടി വേണം എന്നുള്ള വാശിയൊന്നും എനിക്കില്ല, പക്ഷെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ നടന്നു പോകുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വെഹിക്കിൾ യൂസ് ചെയ്യും. ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ ഇസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ലൂസ് എനർജി ഫോർ സിലി മാറ്റേഴ്സ്. Okay, you guys got it right? Okay. Some exercise is okay, but the author prefers staying indoors unless there is a good reason to go out. Exercise ചെയ്യുന്നതൊക്കെ നല്ലതാണ്. It's good for your body, it's good for your health. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ
നടക്കാൻ പോയാലേ അതൊരു എക്സസൈസ് ആകുള്ളൂ എന്ന് കരുതുന്നതിനോട് ഞാൻ അഗൻസ്റ്റ് ആണ്. നടക്കാൻ പോകുന്ന സമയം ഇൻഡോർ ഇരുന്നിട്ട് വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് ക്രിയേറ്റീവായിട്ട് ആലോചിക്കുന്നതാണ് കുറച്ചെങ്കിലും നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എന്തൊക്കെ എക്സ്ക്യൂസ് ഉണ്ടാക്കിയാലും നിങ്ങൾ സമയം കളയാനായിട്ട് നടക്കാൻ പോവുകയാണെങ്കിൽ ഐ ആം അഗേൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഐഡിയ ബിക്കോസ് ഇറ്റ്സ് നെവർ ഗോൺ ടു ഡു ഗുഡ് ടു യുവർ ഹെൽത്ത്, യുവർ മെൻറ്റൽ സ്ട്രെങ്ത് ആൻഡ് ഓൾസോ ഫോർ യുവർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സഫൻ, ഹലോ, യു ആർ ലേറ്റ്. ക്ലാസ് കഴിയാറായടാ. വി ഡിസ്കസ്ഡ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അബൌട്ട് വാക്കിംഗ്. ആൻഡ് ഒന്ന് നടന്ന പകുതി ദൂരം തിരിച്ചെത്തിയപ്പോഴാണ് സഫ്വാൻ എത്തിയത്. ഇസ് ദാറ്റ് യുവർ നെയിം, സഫ്വാൻ? ഓക്കെ. സോ ആൻഡ് മാക്സ് ബിയർബോണിൻ്റെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എസ് ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്തത്. സോ ഈ ക്ലാസ് കഴിഞ്ഞാലും ഇതിൻ്റെ മിസ്സായിട്ടുള്ള പോർഷൻസ് കാണുക. ആൻഡ് നൗ കണ്ടിന്യൂ ദിസ് ക്ലാസ്. ഓക്കെ. സോ ഈ ഒരു എസ്സേയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ളത് എന്താണ്? വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ ദിസ് എക്സേ? ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഡിഫറെൻറ്റ് വ്യൂ ഓൺ വാക്കിംഗ്. ഞാൻ പറഞ്ഞു വാക്കിങ്ങിന് പോവുക, വാക്കിംഗ് ആസ് ആൻ എക്സസൈസ് എടുക്കുകയാണെങ്കിൽ വി യൂഷ്വലി ഹാവ് എ ലോട്ട് ഓഫ് അസംഷൻസ്, ക്ലീഷേ ആയിട്ടുള്ള അസംഷൻസ് ഉണ്ട്. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ മെൻ്റൽ സ്ട്രെങ്ത്, ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഇന്നർ ഡെവലപ്മെൻറ്റ്, കാം ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ യൂഷ്വലി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റ്. പക്ഷേ ഇതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ട് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് ഇസ് നോട്ട് ഗോൺ ഡു ഗുഡ് ഫോർ യു, ഇറ്റ് ഓൺലി ഹിൻഡേഴ്സ് യുവർ ബ്രെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു എസ്സേയിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. The essay questions the idea that walking is always a good and smart things to do. എപ്പോഴും നല്ലതായിട്ടുള്ള ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് വാക്കിംഗ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഈ എസ്സേ. ഓക്കെ. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുകയാണെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ വരുമ്പം ഈ ഒരു സെൻറ്റൻസ് അതിലുണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് സംവാട്ട് പ്രിറ്റി ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. ഹീ ഈസ് ക്വസ്റ്റ്യനിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് തിങ്കിങ് വൈൽ വാക്കിംഗ്. നടന്നാലേ ഭാവന വിടരൂ എന്നുള്ളൊരു രീതിയിൽ ചിലവർ പറയാറില്ലേ, ഒന്ന് നാലാളെ കണ്ടിട്ട് വാ, രണ്ടിടത്ത് സംസാരിച്ചിട്ട് വാ, ഒന്ന് വെളിച്ചമൊക്കെ കാണുക, അപ്പോഴത്തേക്ക് നിനക്ക് നല്ല ബുദ്ധി ഉദിക്കും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. കേട്ടിട്ടും ഉണ്ടാകും അല്ലേ ചിലപ്പം ഇത്രയും ലൈഫിൽ. സോ അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിനോടും അദ്ദേഹം യോജിക്കുന്നില്ല. ഇറ്റ് എക്സ്പ്ലോർസ് വെദർ വാക്കിംഗ് ഹെൽപ്സ് ഓർ ഹിൻഡേഴ്സ് ഇൻ്റലിജൻറ്റ് തിങ്കിങ്. അദ്ദേഹം അപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് ഇതുപോലുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങിനല്ല അത് ഹെൽപ്പ് ചെയ്യുക, പകരം അത് ലോ ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ആലോചിക്കേണ്ട ആ ഒരു എനർജി ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പോവാത്ത കുറച്ച് നോട്ടീസ് കണ്ടോ, അല്ലെങ്കിൽ ഇതുവരെ അടുത്ത സ്ട്രീറ്റിലുള്ള ഒരു നെയ്ബറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബാഡ് മൗത്ത് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു അവിടെ ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിക്ക് വളരാൻ ചാൻസ് ഇല്ല. സോ ആ ഒരു കോൺസെപ്റ്റും ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആൻഡ് ദ തേർഡ് തിങ് ഇസ് ദാറ്റ് സിറ്റി വേഴ്സസ് കൺട്രി ലൈഫ്. സിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലണ്ടനിൽ താമസിക്കുന്നത് is considered to be a very good thing for him. Why? What is the reason? Because of the din and bustle of the society, or because of this noise or pollution. This narrator, no one is going to ask him the question, are you coming out for a walk? നീ നടക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അവിടെ ആർക്കും സമയമില്ല ലണ്ടനിൽ. അതുകൊണ്ട് തന്നെ ലണ്ടനിൽ താമസിക്കുന്നത് സേഫ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കൺട്രി Hello. Sorry, that was a small technical error from our side. I'm really sorry for that. So shall we continue the class? ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു പോയതാണ്. പക്ഷേ നിങ്ങൾ ആരും പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ are you guys ready to continue this class? അതിൻ്റെ ഇടയ്ക്ക് സുബൈറിൻ്റെ മെസ്സേജ് കണ്ടു, ഹായ് എന്ന് പറഞ്ഞിട്ട്. ഹലോ സുബൈർ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. സോ
കണ്ടിന്യൂ ചെയ്യാം അല്ലേ. സോ വെർ ഡിഡ് വി സ്റ്റോപ്പ്, എവിടെയാണ് നിർത്തിയത്? തിങ്കിങ് വൈൽ വാക്കിംഗ് അല്ലേ. നടക്കാനായിട്ട് പോകുമ്പോഴാണ് സാധാരണ നമുക്കൊരു കുറച്ച് ഒരു റിഫ്രഷ്ഡ് ആയിട്ട് വരിക എന്നുള്ള ഒരു തോട്ട് നമുക്കുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾസോ ദിസ് എസ്സേ ഈസ് ഓൾസോ ക്വസ്റ്റനിങ് ദാറ്റ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ്. ആൻഡ് സിറ്റി വേഴ്സസ് കൺട്രി ലൈഫ്, ഹി സേസ് ദാറ്റ് ലണ്ടനിൽ താമസിക്കുന്നത് സേഫ് ബിക്കോസ് നോ വൺ ഹാസ് ടൈം ടു ആസ്ക് ഹിം ദ ക്വസ്റ്റ്യൻ ആർ യു കമ്മിങ് ഫോർ എ വാക്ക് എന്ന് ചോദിക്കാൻ അവിടെ ആർക്കും സമയമില്ല. മെയിൻലി ബിക്കോസ് ഓഫ് പൊല്യൂഷൻ, നോയിസ് ഉണ്ട്, ബിസി ലൈഫാണ്, സിറ്റി ലൈഫാണ്. സോ അതുപോലുള്ള സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ബട്ട് വെൻ യു ആർ ഇൻ എ വില്ലേജ്, അവിടെ പോകുന്നവരും വരുന്നവരും ഒക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറയും. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് എ ലോട്ട് ഓഫ് എക്സ്ക്യൂസസ് ഫോർ ദാറ്റ്. ആൻഡ് റൈറ്റിംഗ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ ഇസ് ദാറ്റ് അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. വന്ന് ചോദിച്ചാൽ അവിടുന്ന് പോകുന്നവരെ ഈ ഒരു ലെറ്റർ എഴുതുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വല്ലാത്തൊരു ടാസ്ക് ആണ്. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ആൻഡ് വാട്ട് ഇസ് ദാറ്റ്? സൺഡേസിലാണ് ചോദിക്കുന്നെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, കാരണം സൺഡേ പോസ്റ്റ് അവധിയാണ്. ആ ദിവസം നമ്മൾ ലെറ്റർ എഴുതാനുണ്ട്, അയക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും നമുക്ക് കിട്ടാനില്ല. സോ ഇതുപോലുള്ള സില്ലി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊണ്ട് ഹി സേസ് ദാറ്റ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്നത് ഇസ് നോട്ട് സച്ച് എ വെരി ബിഗ് ആൻഡ് ഗുഡ് ഡീഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് individual choices introduces the concept of the walk monger, highlighting that some people insist of walking. അതെ, walk monger means you know ഒരാൾക്ക് നടക്കാൻ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു നടത്തം അത് മസ്റ്റാണ് എന്ന് പറയുന്നത് പോലെ അതുപോലുള്ള ആൾക്കാരുടെ അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഹി ഈസ് നോട്ട് ക്വസ്റ്റനിങ് ദ ചോയ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ബട്ട് അത് ബാക്കിയുള്ളവരിലും എഫക്റ്റ് നൽകും അല്ലേ. ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അവരെ വലിച്ചുകൊണ്ട് പോകാൻ ഇതുപോലുള്ള മോങ്കേഴ്സ് ചിലപ്പം ട്രൈ ചെയ്യും. സോ ഹൈലൈറ്റിംഗ് ദാറ്റ് സം people insist on walking, നീ ഇവിടെ വർക്ക് ഒന്നും ഇല്ല അതൊക്കെ പിന്നെ ചെയ്യാം, ഇപ്പം നമുക്ക് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഫ്രണ്ട്സും നമ്മുടെ ഇടയിലുണ്ട്. സോ അതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചോയ്സ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓക്കെ, ബട്ട് നെവർ എന്താണ് ബാക്കിയുള്ളവർക്ക് അതൊരു പണി കൊടുക്കാനായിട്ട് മാറരുത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സസ്. ഓക്കെ, ചോയ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് മാറ്റേഴ്സ് reflects on how the surroundings, whether city or countryside, influence the desire to walk. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇവിടെ സിറ്റി വേഴ്സസ് കൺട്രി ലൈഫിൽ കോൺട്രാസ്റ്റ് വാക്കിംഗ് പ്രിഫറൻസ് ഇൻ ദ നോയ്സ് സിറ്റി ദാറ്റ് ഇസ് ഇൻ ലണ്ടൻ വിത്ത് ദ പീസ്ഫുൾ കൺട്രി സൈഡ് പറയുന്ന സെയിം പോയിന്റിൻ്റെ വേറൊരു ആസ്പെക്റ്റ് ആണ് എന്താണ്, എൻവയോൺമെൻറ്റും അതിലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കൊരിക്കലും ഒരു ടൗണിൽ കൂടെ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ കൂടെ മൈൻഡ് റിഫ്രഷ് ആകാനായിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതേസമയം ഒരു സീനറി ഒക്കെയുള്ള കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നടക്കാനായിട്ട് ഒരു ആഗ്രഹം വരും. സോ എൻവയോൺമെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ ദ ടാസ്ക് ഓഫ് വാക്കിംഗ് എന്നുള്ള കാര്യവും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ചലഞ്ചിങ് കോമൺ ഐഡിയാസ്, ഉറപ്പായിട്ടും അല്ലേ നമ്മുടെ നടത്തം എന്ന് പറയുന്നത് ഇത്രമാത്രം ബെനിഫിറ്റ്സ് മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു സാധനമായിട്ട് നമ്മൾ ഇത്രയും നാൾ കണ്ടു. പക്ഷേ ഇനി അടുത്ത തവണ ആരെങ്കിലും എക്സസൈസ് ചെയ്യണം, നടന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള പോയിന്റ്സും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ അടുത്ത ആൾ പറയാമെന്ന് നമുക്ക് നോക്കാമല്ലോ. സോ ഹി ചാലഞ്ചസ് ദ കോമൺ ഐഡിയ ദാറ്റ് what people commonly believe about the benefits of walking. നമ്മുടെ നടക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് മാത്രം പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഇതുപോലുള്ള സാധനങ്ങൾ ഇറ്റ് ഹിൻഡേഴ്സ് യുവർ തോട്ട് പ്രോസസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ അവിടെ ലോ ആയി പോകുന്നു, നിങ്ങളുടെ എനർജി അവിടെ നഷ്ടപ്പെടുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞു നോക്കുക. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറേ നോട്ടീസ് ബോർഡ് വായിക്കുമ്പം അങ്ങനെ കളയാനുള്ളതല്ല. മെയിൻ റീസൺ ഇസ് ദാറ്റ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് ഇസ് നോട്ട് എ ഗുഡ് ഡീഡ്. ആ ഒരു സെൻറ്റൻസും കൂടെ ഓർത്തിരിക്കുക. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. വാക്കിംഗ് ആണ് മെയിൻ തീം എന്ന് പറയുന്നത്. എല്ലാവരും ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഒരുപാട് തോരാതെ പറയുമ്പം അതിന് ഇതുപോലുള്ള കുറച്ച് അഡ്വേഴ്സ് ഇഫക്ട്സും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫണ്ണിയാക്കി തന്നിട്ടുള്ള ഒരു എസ്സേ. സോ ഡിഡ് യു ഗൈസ് എൻജോയ് ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സോ ഇതുമായിട്ട് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് വന്ന പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ ആ ഒരു സ്ലൈഡിലെ ആ ഒരു 6 പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. മെയിൻ തിങ് ഇസ് ദാറ്റ് ദ നറേറ്റർ ഇസ് ചാലഞ്ചിങ് സർട്ടൻ കോമൺ ആസ്പെക്ട്സ് ഓഫ് വാക്കിംഗ്. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും നിങ്ങൾ സെറ്റാക്കി വെച്ചാൽ പിന്നെ എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസും സെറ്റാണ്. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ. വീണ്ടും പുതിയ ചാപ്റ്റേഴ്സുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.